ചന്ദ്രഗുപ്ത മൗര്യ, ചെങ്കിസ് ഖാൻ, അൽഫോൺസോ ഡി ആൽബുക്കർക്കി, പിന്നെ റോബർട്ട് ക്ലൈവ്. ഈ പേരുകളിൽ കൂടെ നമ്മൾക്ക് ഒരു പേരും കൂടി ചേർക്കാം. നമസ്കാരം ഗൈസ്. ഇന്ന് നമ്മളാണ് ആക്ച്വലി ഹൗസ് കാസ് ടോംബിൽ. ടോം പിന്നെ ഫോർട്ടെന്നും പറയാം. ഇന്ന് നമ്മളുള്ളത് ഹൗസ് കാസിൻ്റെ ഫോർട്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ മദ്രസ ഉണ്ടായിരുന്നു, പിന്നെ മോസ്ക് ഉണ്ടായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഒന്ന് സ്റ്റഡി ചെയ്യാം. ഹൗസ് ഖാസ്, ദി സ്പെഷ്യൽ വാട്ടർ ടാങ്ക്. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നിങ്ങൾ ഈ കാണുന്ന ഈ ലേക്ക്, ഇതിനെയാണ് അലാവുദ്ദീൻ ഖൽജി ഹൗസ് ഖാസ്, ഹൗസ് എ ഖാസ് എന്ന് പേരിട്ടത്. പുതിയ നഗരം സിരി, ഇന്നത്തെ സിരി ഫോർട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ വാട്ടർ ടാങ്ക് അവിടേക്ക് വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അലാവുദ്ദീൻ ഖൽജിയുടെ രാജഭരണശേഷം ഫിറോസ് ഷാ തുഗ്ലക് 1351 മുതൽ 1388 വരെ ഡൽഹി സൽത്തനത്തിനെ ഭരിച്ചു. അലാവുദ്ദീൻ ഖൽജിയുടെ നഗരവികസനം, അതിൻ്റെ ഐഡിയാസും ഫിറോസ് ഷാ തുഗ്ലക്കിന് ഭയങ്കരമായിട്ട് മോഹിച്ചിരുന്നു. ഹൗസ് കാസിൻ്റെ സൗന്ദര്യം കൂട്ടാൻ ഫിറോസ് ഷാ തുഗ്ലക് അതിൻ്റെ സമീപത്ത് കുറേ മദ്രസകളും മസ്ജിദും പിന്നെ യോഗം കൂടാനുള്ള സ്ഥലങ്ങളും നിർമ്മിച്ചതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കില ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് നമ്മുടെ കരിങ്കല്ലും പിന്നെ റെഡ് സ്റ്റോൺ, അങ്ങനെ പല സംഭവങ്ങളിൽ കൂടെയാണ്. ഇവിടെ പല ഇടവഴികളുണ്ട്. ഇതിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും. എന്താ ഇവിടെ പ്രാവുകളൊക്കെ കൂടുണ്ടാക്കിയിരിക്കുക. അലാവുദ്ദീൻ ഖൽജിയുടെ രാജവംശശേഷം ഫിറോസ് ഷാ തുഗ്ലക് ഡൽഹിയിൽ ഇതുപോലെ പല കെട്ടിടങ്ങളും മറ്റു നിർമ്മാണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നോർത്തേൺ വിങ് ഓഫ് ദി മദ്രസ. ഇവിടെ മദ്രസ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ ഏറ്റവും വലിയ, ഡൽഹി മാത്രമല്ല ആക്ച്വലി വേൾഡിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ സ്കൂൾ ഇവിടെ ഉണ്ടാക്കിയത് ഫിറോസ് ഷാ തുഗ്ലക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാക്കാം. ഇവിടെ ഇരുന്നിട്ടാണ് പണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ സമയത്ത് അറൗണ്ട് 1400 സമയത്ത് ഇവിടെ ഇരുന്നിട്ടാണ് ആൾക്കാർ ബേസിക്കലി ഇസ്ലാമിക് സ്റ്റഡീസ് ചെയ്തിരുന്നത്. ഇത് നോർത്തേൺ ഗേറ്റ്, മദ്രസയുടെ എക്സിറ്റ്. അപ്പോൾ മദ്രസയിൽ നിന്ന് എക്സിറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് കുട്ടികൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ സ്കോളേഴ്സൊക്കെ പഠിച്ചു വരുമ്പോൾ അവർക്ക് അടിയിൽ പോവാം. പിന്നെ ഡയറക്റ്റ്ലി ലേക്കിലേക്കുള്ള എൻട്രൻസ് ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര വലിയ മദ്രസ കേട്ടോ. ഇത് ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ മദ്രസയുടെ വിങ്ങിലേക്ക് പോവാം. ഇത് നോർത്തും സൗത്തും, ഇത് എൽ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയത്. ഇതൊക്കെ ലോക്കഡാണ്. ഇത് ഈ മദ്രസ ഉണ്ടാക്കിയത് എൽ ഷേപ്പിലാണ്. ഇതെല്ലാതും ഡോം ഷേപ്പിൽ, പിന്നെ ഇസ്ലാമിക് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ അള്ളാണെന്ന് എഴുതിയിരിക്കണതിൽ. അവിടെ എഴുതിയിരിക്കുന്നത് യാ അള്ളാന്ന് മുഹമ്മദ്. ഇപ്പം നമ്മൾ കണ്ടിടത്തോളം ഓൾമോസ്റ്റ് ഒരു 4-5 ഡോം കണ്ടു. ഇതൊക്കെ
മദ്രസ ഏരിയ ആയിരുന്നു. ഇവിടെ പല ഡോർസും ഉണ്ട്. ഇങ്ങനെ എൻട്രൻസസ് അവർ ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്താണ് ലോക്ക് ചെയ്യാൻ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറേ ഇൻഡോർ സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് കണ്ട, ഇതൊരു ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റാണ്. അതിൻ്റെ മുകളിൽ അവരുടെ കലാപരമായ പരിപാടികൾ ആൾക്കാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആരെങ്കിലും ചെയ്യുമോ വിവരമുള്ളവർ ഇതൊക്കെ? എനിക്കുണ്ടല്ലോ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് കപ്പിൾസാണ്. കപ്പിൾസ് എന്ന് പറഞ്ഞാൽ യങ് കപ്പിൾസ്, വെരി 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 യങ് എന്ന് വെച്ചാൽ കോളേജിലെയും സ്കൂളിലെയും കുട്ടികളും അവരൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അവർ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ അവരുടെ പ്രേമത്തിൻ്റെ ഇത് അവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ വാൾമേയും അതുമൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് അവർ ഇവിടുന്ന് പോകുക. എന്ന് വെച്ചാൽ ദേ ആർ ഡിസ്ട്രോയിങ് അവർ ട്രഷേഴ്സ്. എന്ന് വെച്ചാൽ ആർക്കിടെക്ചറൽ ട്രഷേഴ്സ് ദേ ആർ ഡിസ്ട്രോയിങ് ഇറ്റ്. ആൻഡ് ഈവൻ ദ സെക്യൂരിറ്റി ഈസ് നോട്ട് ദാറ്റ് മച്ച് ബോതേർഡ്. അവർ വന്നിട്ട് ഒന്നും പറയണില്ല. അവരെ വെറുതെ വിസിൽ അടിച്ചിട്ട് ഇത് ചെയ്യില്ല അത് ചെയ്യില്ല എന്ന് മാത്രം പറയുന്നുള്ളൂ. അവരെ ഫൈൻ ചെയ്യണില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. കുത്തബ് മിനാർ, സുൽത്താൻ ഗരി, പിന്നെ സൂരജ് കുണ്ടും, ഈ പുരാണ കെട്ടിടങ്ങളുടെയും പുനർനിർമ്മാണത്തിന് ഫിറോസ് ഷാ തുഗ്ലക്കിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഇത് കരിങ്കല്ല്, പിന്നെ ഇതിൽ റെഡ് സ്റ്റോൺ ഉണ്ട്. ഇതൊക്കെ പിന്നെ വേറെ ടൈപ്പ് ഇതും ഉണ്ട്. ടൈൽ കുറേ സ്റ്റോൺസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പക്ഷേ ഇതാണ് റെഡ് സ്റ്റോൺ. കണ്ട, ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഉണ്ടാക്കിയ ആ സമയത്ത് 1300 ഇത് 1400 ഉണ്ടാക്കിയത്. ഇത് രസമല്ലേ? ഇതിനൊക്കെ എത്ര വെയിറ്റ് ഉണ്ടാവും? നമ്മൾ ഈ കാണുന്ന മദ്രസ ഉണ്ടാക്കിയത് 1352 AD 1352. ഇവിടെ നിങ്ങൾക്ക് വരണമെന്ന് വെച്ചാൽ ഇന്ത്യൻസിന് 20 റുപ്പീസിൻ്റെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. പിന്നെ ഫോറിനേഴ്സിന് 250 റുപ്പീസിൻ്റെയാണ് എൻട്രി ടിക്കറ്റ്. അത് ഓൺലൈൻ മേടിച്ച് വരുന്നതാണ് നല്ലതോ എപ്പോഴും. കാരണം ഇവരിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ എടുക്കണില്ല, ക്യാഷ് പേയ്മെൻറ്റോ ഇതൊന്നും എടുക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരണമെന്ന് വെച്ചാൽ ഹോസ്കാസ് ഫോർട്ടിൽ നിന്ന് നമ്മളെ ഗൂഗിൾ മാപ്പിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാം. എൻ്റെ പിന്നെ അടിയിൽ തന്നെ എൻ്റെ ലൊക്കേഷൻ ഞാനിടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടും നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെവിടെയാണ് ലൊക്കേറ്റഡ് എന്നുള്ളത്. പിന്നെ കുട്ടികൾക്ക് അണ്ടർ 15 ഇയേഴ്സ് ഓഫ് ഏജ് അവർക്ക് ടിക്കറ്റ് ഇല്ല. അബവ് 15 ഈസ് കൺസിഡർഡ് ആസ് എൻ അഡൾട്ട്. അപ്പോൾ അവർക്ക് 20 റുപ്യ കൊടുക്കേണ്ടി വരും. അലാവുദ്ദീൻ ഖിൽജി ഈ ഹൗസ് ഖാസ് തടാകം ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ ഫിറോസ് ഷാ തുഗ്ലക്ക് ഒരിക്കലും ഈ കോട്ടകൾ ഉണ്ടാക്കില്ലായിരുന്നു. ഇതിഹാസവും ഭാവിയും ചേർന്ന് നമ്മുടെ കാലത്ത് ഇതിഹാസമായ ഒരു കഥ. ഇവിടെ നമ്മൾക്ക് കുറേ റൂയിൻസും കാണാം. ഇതൊക്കെ ബേസിക്കലി ഒരു ഓഡിറ്റോറിയം മാതിരി ഉണ്ടാക്കിയായിരുന്നു അവർ. അപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെയായിരുന്നു അവർ ചെയ്തിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1400 ഇവിടെ പല ഫങ്ഷൻസും നടന്നിട്ടുണ്ടാവും. ആൻഡ് പീപ്പിൾ എൻജോയ്ഡ് ദ വ്യൂസ് സിറ്റിംഗ് ഇൻ ദിസ് ഗാർഡൻ. ഇതാണ് നമ്മളുടെ ഫിറോസ് ഷാൻ്റെ ടോപ്പിൻ്റെ ബേസിക്കലി ഇവിടെ നടന്ന്. തൊട്ട് പിന്നിൽ നമ്മൾക്ക് നമ്മളുടെ ഡൽഹിയിലെ സിറ്റി കാണാം. ഹൗസ് ഖാസ് വില്ലേജാണത്. അപ്പോൾ അവിടെ പിന്നിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ കണ്ടില്ലേ? അതിൽ ചിലവർ അവിടെ ഒരു വീട് കണ്ട അവർ ഒരു ഫോർട്ടിൻ്റെ ആ സ്റ്റൈലിൽ തന്നെ അവർ ആ ആർച്ച് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ടു മാച്ച് ദി ഫോർട്ട്. ഇവിടെ കുറേ മക്ബർ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞാൻ ആക്ച്വലി വായിച്ചിടത്തോളം അറിഞ്ഞത് ഇവിടെ ആക്ച്വലി ഇല്ലയെന്നാണ്. പക്ഷേ
എനിക്കിവിടെ 2 ഗ്രേവ് ഇവിടെ കാണാം. എനിക്കൊന്ന് ഇതായിരുന്നു ഗ്രേവ് ഏരിയ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ ഇവിടെ ഈ 2 ഗ്രേവ് കാണാം. ഇതിപ്പോൾ ആരുടെ ഗ്രേവ് എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഫിറോഷയുടെ വൈഫിൻ്റെ ആയിരിക്കും. ബട്ട് ദാറ്റ് വി ഹാവ് ടു ഗോ ആൻഡ് ചെക്ക് ഇത് ആരുടെ ഗ്രേവാണ്. ഈ ഗ്രേവിൻ്റെ കാർവിങ് ഇത് കരിങ്കല്ലാട്ടോ. ഫുള്ള് ഒരു പീസ് കരിങ്കല്ലുകൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അടിയിലും വേറെ ഈ കാർവിങ് കണ്ടിട്ട് തോന്നുന്നു അവിടെയാണ് ഹെഡ് ഏരിയ, ഇവിടെ കാലിൻ്റെ സ്ഥലം. കാരണം ആ മോണുമെൻ്റൽ സ്റ്റൈൽ ആ കാർവിങ് കണ്ടില്ലേ, ആർച്ച് മാതിരി. ഇതൊക്കെ മുഗൾ ഡൈനസ്റ്റിയിലും തുഗ്ലക് ഡൈനസ്റ്റി, തുഗ്ലക്കും ആക്ച്വലി മുഗൾ തന്നെ വന്നാണ്, പക്ഷെ അത് പിന്നെ ചേഞ്ച് ആയെന്നുള്ളൂ. ഇവിടെ വേറെ കുറേ നമ്മൾക്ക് സാധനങ്ങൾ കാണാം. അതേ കണ്ട ഈ കരിങ്കല്ലിൻ്റെ പീസസൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ഗ്രേവ് ആവാൻ വഴിയുണ്ടോ എന്ന് പറഞ്ഞാൽ വഴിയുണ്ട്. ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല ഇതെന്തായാലും. കാരണം ഇവിടെ മേ ബി ഇസ്ലാമിക് ട്രഡീഷനിൽ ഇങ്ങനെ ഒരു സ്റ്റോൺസ് വെക്കും അവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എങ്ങാണ്ട് ചിലപ്പോൾ ഗ്രേവ് ആയിരിക്കും, പറയാൻ പറ്റില്ല. ഐ എം നോട്ട് ഷുവർ, ബട്ട് ഐ എം ജസ്റ്റ് ടെല്ലിങ് യു. അല്ലെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇത് ഇരിക്കാനുള്ളൊരു സ്ഥലമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ഫോർട്ടിൻ്റെ വാള്. ആ ഫോർട്ടിൻ്റെ വാളിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പുതിയ ഡൽഹിയുടെ കൺസ്ട്രക്ഷൻ. എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി ബെറിയൽ ഗ്രൗണ്ട് തന്നെയായിരുന്നു. ഇവിടെ ഗ്രേവ് യാർഡായിരുന്നു. ഇവിടെ 2 മെയിൻ ഗ്രേവ് കാണാം, പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം കുറച്ച് പൊന്തിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർ. അപ്പോൾ ഐ എം നോട്ട് ഷുവർ. ഇവിടെ ഇല്ലയെന്നാണ് പറഞ്ഞിരുന്നത് പണ്ട് കുറേ ആൾക്കാർ ഗ്രേവ്സ് അങ്ങനെയൊന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഗ്രേവ് ആയിട്ടെന്നും എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിട്ട് അവർ ഇങ്ങനൊരു സ്ഥലം ഉണ്ടാക്കില്ലായിരുന്നു. അപ്പോൾ മേ ബി വലിയ വലിയ ആൾക്കാരുടെ ഗ്രേവ്സ് ആയിരിക്കും ഇത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ കയ്യിൽ അച്ചപ്പം നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നല്ലോണം റിലാക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഒന്ന് ഫീൽ ചെയ്തു. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും. ഞാൻ തുഗ്ലക്കിൻ്റെ മാതിരി, ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ മാതിരി ഇതേ പണ്ട് ആളും നടന്നിട്ടുണ്ടാവും ഇവിടെ അല്ലേ. നല്ല രസമുണ്ട്. പക്ഷെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഇതെല്ലാതും കപ്പിൾസിൻ്റെ ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് എന്ന് വെച്ചാൽ എൻ്റെ ഏജ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. എല്ലാതും യങ് കപ്പിൾസാണ് ഇവിടെ. ഇവരൊന്നും ടൂറിസ്റ്റായിട്ട് വന്നിട്ടല്ല ഇത് കാണാനൊന്നും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് അവരുടെ മിന്നിയും പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്താനും ഇവിടെ വരുന്നതാണ് അവർ. ഇതേ ഇവിടെ ഈ വാൾമേ ഇങ്ങനത്തെ കുറേ കോളംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കോളംസിലാണ് ഇവിടെ ഇവർ ഒന്നുകിലും മെഴുകുതിരിയും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ലൈറ്റിന് വേണ്ടിയിട്ട് ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും അവർ. അപ്പോൾ രാത്രിയുള്ള സമയം ഇവിടെ ഇത് എന്തെങ്കിലും ഉണ്ടാവും, ഇവിടെ മണ്ണെണ്ണയോ അതൊക്കെ ഉപയോഗിച്ചിട്ട്. അന്ന് മണ്ണെണ്ണ ഉണ്ടായെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലും. നമ്മൾ സെയിം ഡിയർ പാർക്കിൻ്റെ സൗത്ത് എൻട്രൻസിൽ വന്നിരിക്കണം. ഇപ്പം ഞാൻ ഇവിടെയാണ് അന്ന് നിങ്ങളെ കൊണ്ടുവന്നത്. ഡിയർ പാർക്കിൽ ജിമ്മ്, ഹൗസ് ഖാസ് ലേക്ക്, റോസ് ഗാർഡൻ. നമ്മൾ ബേസിക്കലി വരണമെന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും യാതൊരു സാറ്റർഡേയും സൺഡേയും അവോയ്ഡ് ചെയ്യാൻ നോക്കിയത്, അല്ലെങ്കിൽ ഹോളിഡേയ്സ്, പബ്ലിക് ഹോളിഡേയ്സിൽ ഇവിടെ വരാൻ അവോയ്ഡ് ചെയ്യാൻ നോക്കിയത്. കാരണം നമ്മൾക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും ജനങ്ങളും അവരുടെ സ്റ്റൈലിൽ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് നോക്കില്ല, അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകും. അപ്പോൾ ഇന്ന് എനിക്ക് അധികം ആക്ച്വലി കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ആക്ച്വലി ഈ സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് ബേസിക്കലി കണക്ട് ചെയ്യേണ്ടത് സിരി ഫോർട്ടിനാണ്. അപ്പോൾ സിരി ഫോർട്ട് നമുക്ക് മൺഡേ പോകാം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇന്ന് സാറ്റർഡേ, നാളെ സൺഡേ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഞാൻ മൺഡേ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് സിരി ഫോർട്ടിൻ്റെ കഥ പറയാം. ഇപ്പോൾ സമയമായി 2:30. അപ്പോൾ അവിടുത്തെ പരിപാടികളിലൊക്കെ കഴിഞ്ഞ് നമ്മൾ സഫ്ദർജംഗിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഡിയർ പാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹൗസ് ഖാസ് ഡിയർ പാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഫ്ദർജംഗ് സൈഡ് ഡിയർ പാർക്കിലേക്ക് എത്താം. എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഭയങ്കര അധികം വിഷമം തോന്നി ആ ഫോർട്ട് കണ്ടിട്ട്. എന്ന് വെച്ചാൽ എല്ലാ മതിലും എല്ലാത്തിനും ഇവർ ഈ നമ്മളുടെ യങ് ടീനേജേഴ്സും പിന്നെ യങ് പീപ്പിൾ വന്നിട്ട് അവിടെ അവരുടെ കാർവിങ്ങും അവരുടെ മാർക്കൊക്കെ വിട്ടിട്ട് അവിടെ പോണ്. ഭയങ്കര ഒരു സങ്കടമായ ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ഇത്രയും പഴയ ഒരു ഹിസ്റ്ററി നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യണില്ല. നമ്മുടെ സർക്കാർ വരെ ദേ ആർ നോട്ട് ഈവൻ ബോതേർഡ്. അപ്പോൾ ഇന്ന് ഗൈസ് ഇതേ കണ്ട, ഞാൻ പറഞ്ഞില്ല അന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങളോട് കാണിച്ചിരുന്നു
ഇവിടെ ഈ ഫെൻസൊക്കെ കിട്ടിയത് ഇത് കാരണം കണ്ട ഇവിടെ ഇതിന് കണ്ട നമ്മുടെ പീകോക്കിനെ വാഹന അവിടെ ഇതിൻ്റെ ഇടയിലാണ് ഡിയറിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, ഞാൻ നോക്കട്ടെ, കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം. വേണമെന്ന് വെച്ചാൽ നമ്മളുടെ സർക്കാർ മറ്റേ ഇപ്പോൾ നമ്മൾ യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് കൊളോസിയം അതൊക്കെ എങ്ങനെയാണ് അവർ ടേക്ക് കെയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയോ. ബേസിക്കലി വേണമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ക്യാമറാസിൻ്റെ കണക്ഷൻസ് കൊടുക്കാം, എന്നിട്ട് പ്രിവെൻറ്റ് ചെയ്യാം. ഇതൊക്കെ നടക്കുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ആൻഡ് വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ നാഷണൽ ഹെറിറ്റേജ്. ഇത് കണ്ട ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഈ ടീനേജേഴ്സും കുട്ടികളൊക്കെയാണ്. ഇവർ വന്നിട്ട് ഇവിടെ എല്ലാതും കച്ചറാക്കണം. ഇതേ മക്കളെ മാൻ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം നിങ്ങൾ കണ്ട ആ ഒരു പെണ്ണ് എന്താ ചെയ്തിരുന്നതെന്ന്, അവളിങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ നമ്മളുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഈറ്റങ്ങൾക്ക് കൊടുക്കുന്നത്. അവർ കഴിച്ചിട്ട് അവർ അസുഖം പിടിച്ച് മരിച്ചു കഴിഞ്ഞാൽ ആരാ റെസ്പോൺസിബിൾ? വെറുതെ അല്ലേ ഇവർ ഇതൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്യണത്. ഫെൻസ് ഇട്ടുണ്ട്, ഫെൻസിൻ്റെ ഒപ്പം തന്നെ അത് ഇതും ഇട്ടുണ്ട്. എന്താ കാരണം? നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കണം, നമ്മുടെ ആൾക്കാർക്ക് വിവരമില്ല. അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇല്ലിട്രസി. എഡ്യൂക്കേറ്റഡ് പീപ്പിളാണ് ഏറ്റവും കൂടുതലുള്ളത്, ഇല്ലിറ്ററേറ്റ് പീപ്പിളല്ല. ഇല്ലിട്രസി നമ്മുടെ എഡ്യൂക്കേറ്റഡ് പീപ്പിളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഞാനൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ്, ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലിലാണ് ഇന്നത്തെ വ്ളോഗ് കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തതും വോയിസ് ഓവർ ചെയ്തതും. കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെ പൊല്യൂഷൻ മൂലം എനിക്കധികം വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ക്ഷമിക്കുക. ഇന്നത്തേക്ക് ഇത്രയും മാത്രം. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്കാരം.